ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം, നമ്മുടെ കയ്യിൽ പണം ആവശ്യത്തിന് വരാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കാര്യത്തിനും അതിൻ്റേതായ മനഃശാസ്ത്രപരമായ രീതിയുണ്ട്. പണത്തിനും ജീവനുണ്ട്, പക്ഷേ നമ്മൾ പലരും അതറിയുന്നില്ല. പണത്തിനും ജീവനുണ്ട്, അതിനും മനഃശാസ്ത്രപരമായ പല കഴിവുകളും ഉണ്ട്. ആ പണത്തെ നമ്മൾ വേണ്ട വിധം നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പണമായിരിക്കും. അങ്ങനെ കുറച്ച് ട്രിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 6-7 ട്രിക്സേ ഉള്ളൂ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വളരെ ഫലപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും എണ്ണുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വെച്ചാണ് നമ്മൾ എണ്ണുന്നത്, അല്ലേ? അതായത് നമ്മൾ പുറത്തേക്ക് എണ്ണുന്നത്. ഈ രീതി തന്നെ ആദ്യം നിങ്ങൾ മാറ്റണം. പണം അകത്തേക്ക് എണ്ണാൻ നോക്കണം. നമ്മുടെ രണ്ടും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് എണ്ണാൻ നോക്കണം. അതാണ് പണത്തിൻ്റെ ഒന്നാമത്തെ ഒരു മനഃശാസ്ത്രപരമായ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ പണം നമ്മുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. അതായത് എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്. പിച്ചക്കാരൻ മുതൽ പണക്കാരൻ വരെ ഉള്ള ആളുകളുടെ കയ്യിൽ പണമുണ്ട്. 10 രൂപയാണെങ്കിലും മതി, അവരുടെ കയ്യിൽ അതുണ്ട്. അതായത് പണം എല്ലാവരുടെയും കയ്യിൽ മാറി മറിഞ്ഞ് നടക്കാനാണ് പണം ശരിക്കും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ തടങ്ങി വെക്കുകയോ ചെയ്യരുത്. ഫ്രീ ആക്കി വിടുക. നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുക. നമുക്ക് എന്തെങ്കിലും സാധനം വേണോ, അത് നമ്മൾ അത്രയും അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴേ മേടിക്കുക. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട്, അതായത് പണം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പോയാൽ എന്താ, നാളെ പണം വരും എന്നൊരു മനസ്സുമായിട്ട് നിങ്ങൾ നിന്നാൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പല വരുമാന മാർഗം കാണും. നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന മാർഗമുള്ള ആളുകൾ കാണും. ചിലർക്ക് ഒരു വരുമാന മാർഗ്ഗം കാണത്തേ ഉള്ളൂ. ഈ ഒന്നിലധികം വരുമാന മാർഗം ഉള്ളവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. അതായത് എനിക്ക് ഇങ്ങനെ ഞാൻ ചെയ്തെനിക്ക് ഇങ്ങനെ പൈസ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ പൈസ കിട്ടും, അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പം പണത്തിന് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു പവർ കുറയുക അവിടെ ചെയ്യുന്നത്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. എന്നോടൊക്കെ വന്ന് കുറേ പേരങ്ങനെ സംസാരിക്കാറൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി എന്താണെന്ന് വെച്ചാൽ, അവർ നെഗറ്റീവ് എനർജിയാണ് ഫോം ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി ഫോം ചെയ്യും. നാലാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ വന്നു എന്ന് കരുതുക. അതായത് ഇപ്പം ഒരു ലോട്ടറി അടിച്ചു ഒരു 1 ലക്ഷം രൂപയുടെ ലോട്ടറി എന്ന് വയ്ക്കുക. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വന്നു. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളത് മറ്റുള്ളവരെ വിളിച്ചറിയിക്കും. നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളൊരു മിനിമം ഒരു 5-6 പേരെങ്കിലും നമ്മൾ വിളിച്ചറിയിക്കും. ഇവിടെ ആ ലോട്ടറി അടിച്ച്, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച്. ഈ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ തീർത്തും തെറ്റാണ്. കാരണം നമ്മുടെ കയ്യിൽ പൈസ വന്നാൽ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് തീർന്നിട്ടേ നമ്മൾ മറ്റുള്ളവരോട് പറയാവുള്ളൂ. ഒരിക്കലും നമ്മൾ ആ വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. കാരണം നമ്മുടെ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നില്ല. തീർച്ചയായും അവർക്ക് മനസ്സിലൊരു വിഷമോ അല്ലെങ്കിൽ കുശുമ്പോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടായാൽ പോലും അതൊരു നെഗറ്റീവ് എനർജിയാണ്. ഒരിക്കലും ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ചേർത്തില്ല. അതായത് നിങ്ങൾക്ക് ആ പൈസ വന്നതിൻ്റെ ഫലം അവിടെ കുറയുക. അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആ പൈസ നഷ്ടപ്പെടും. അടുത്ത നിമിഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ആഴ്ചകളിലോ എങ്ങനെയെങ്കിലുമൊക്കെ, അതായത് നിങ്ങൾ ചിന്തിക്കാത്ത അനാവശ്യമായ രീതിയിൽ കൂടെ ആ പൈസ ചിലവാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് തീർന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരോടത് പറയുക. അഞ്ചാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് വെറുതെ അങ്ങ് ചിന്തിക്കുക. എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ പൈസ വന്നുകൊണ്ടേയിരിക്കും, എനിക്ക് ഒത്തിരി ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ആറാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞത്, ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലേ? ഗൂഗിൾ പേയിൽ പൈസ സൂക്ഷിക്കരുത്. കാരണം നമ്മൾ എത്ര വെച്ചാലും നമ്മൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. നിസ്സാര ഇപ്പോൾ 1 രൂപ പോലും 2 രൂപ അങ്ങനെ നമ്മളോർക്കും 10ഉം 15ഉം അങ്ങനെ 20 രൂപ അങ്ങനെയൊക്കെയല്ല ചിലവാക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തുകയാണ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയത്തില്ല. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് 0 ആകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പം ഗൂഗിൾ പേയിൽ പൈസ വയ്ക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റവും സേഫ് എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗൂഗിൾ പേ പൈസ ഉണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് എടുത്ത് കൈ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ ഫോണുമായി കണക്ഷൻ ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കുക, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഇടുക. അതൊരു നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. ഞാനതാണ് കുറേ നാളായിട്ട് ഞാനത് ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ ഗൂഗിൾ പേ പൈസ അടക്കുന്നതോറും ഞാൻ ഇങ്ങനെ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനത് ക്യാഷായിട്ട് കൈ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ക്യാഷ് എനിക്ക് അങ്ങനെ ഒരുപാട് ചിലവാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കണേ, അത് നല്ലൊരു പിന്നെ മെയിൻ പോയിന്റ് സേവിങ്സ് വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്പാദ്യ ശീലം ഉണ്ടാവണം. എല്ലാവരും ഒരു FD ആയിട്ടോ RD ആയിട്ടോ ഒക്കെ നിങ്ങളൊരു സേവിങ്സ് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒത്തിരി പണം നിങ്ങളുടെ കയ്യിൽ വരാനും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ്. ബാക്കി എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് പൈസ ചിലവാക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണലി ആയിട്ട് നിങ്ങൾ പൈസ സേവിങ്സ് ആക്കി വെക്കുക. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു പണത്തിൻ്റെ മനഃശാസ്ത്രപരമായുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് കുറേ ആളുകൾ ഇതൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ആളുകളാണ്. അങ്ങനെ കുറേ അമേരിക്കൻ സ്റ്റഡീസൊക്കെ കണ്ട് വായിച്ച് ഇറങ്ങിയ റിപ്പോർട്ടിൽ നിന്നും റിസർച്ചിൽ നിന്നൊക്കെ വായിച്ചിറങ്ങിയ കുറേ ഐഡിയാസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.